ഓണത്തിനോടനുബന്ധിച്ച് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ തീരുമാനം. 3200 രൂപ വീതം 62 ലക്ഷത്തോളം പേർക്ക് പെൻഷൻ ലഭിക്കും. ഇതിനായി 1700 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു. സർക്കാർ ജീവനക്കാർക്ക് ഓണം ബോണസായി 4000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. പ്രശാന്ത്, ഓണത്തിന് 2 മാസത്തെ പെൻഷൻ ലഭിക്കുമെന്നുള്ളത് ആശ്വാസമാണ് പെൻഷനെ ഒക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക്. ഇത് ഏതു മാസത്തെയാണ് ലഭ്യമാകുന്നത്? അക്ഷയ, സാമ്പത്തിക പ്രതിസന്ധി ഞെരുക്കങ്ങൾ, ഒപ്പം തന്നെ വയനാട് പുനരധിവാസം പോലുള്ള ആവശ്യങ്ങൾക്കിടയിലും സർക്കാർ ജീവനക്കാരെ സർക്കാർ പിണക്കുന്നില്ല. ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻകാർക്കും ആശ്വാസം പകരുകയാണ്. ഇതിൽ ഓണം ബോണസ്, സർക്കാർ ജീവനക്കാർക്ക് ഓണം ബോണസ് നൽകുന്നു. ഓണം ബോണസായി 4000 രൂപയാണ് ഓണം ബോണസ്. അത് ശമ്പള സ്കെയില് 37,129 രൂപ വരെ ഉള്ളവർക്കാണ് പുതിയ സ്കെയിൽ പ്രകാരമുള്ളവർക്ക് ബോണസ് ലഭിക്കുക. അതുപോലെ തന്നെ പഴയ ശമ്പള സ്കെയിൽ പ്രകാരമാണെങ്കിൽ 33,456 രൂപ വരെ ശമ്പളം വാങ്ങുന്നവർക്ക് 4000 രൂപ അധ്യാപകർക്കും ജീവനക്കാർക്കും ഈ ബോണസ് ലഭിക്കും. അതിന് മുകളിലേക്ക് ശമ്പളം വാങ്ങുന്നവർക്ക് 2750 രൂപ ഫെസ്റ്റിവൽ അലവൻസ് നൽകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഇതിന് പുറമെ ഈ സർവീസ് പെൻഷൻകാർക്കും അതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷൻകാർക്കും 1000 രൂപ ഉത്സവ ബത്ത നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ സർക്കാർ ജീവനക്കാർക്കും 20,000 രൂപ അഡ്വാൻസായി ലഭിക്കും. ഇതിന് പുറമെ പാർട്ട് ടൈം കണ്ടിജൻ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് 6000 രൂപ അഡ്വാൻസ് ലഭിക്കും. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ കരാർ സ്കീം ജീവനക്കാർക്ക് ഉത്സവ ബത്ത നൽകാനും സർക്കാർ തീരുമാനിച്ചു. ഏകദേശം 13 ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ഇത്തവണ ഓണത്തിന് ഈ ആനുകൂല്യം ലഭിക്കും. ഈ ക്ഷേമ പെൻഷൻകാരുടെ കാര്യമെടുത്താൽ 1700 കോടി രൂപ ഇതിനായി നീക്കി വെച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ 2 മാസത്തെ, അതായത് ഈ മാസത്തെയും ഒരു കുടിശ്ശിക അടക്കമുള്ള ക്ഷേമ പെൻഷനാണ്. 3200 രൂപയാണ് ക്ഷേമ പെൻഷനായി ഈ മാസം 11-ാം തീയതി മുതൽ വിതരണം ചെയ്ത് തുടങ്ങുന്നത്. 5 ഗഡുക്കൾ കുടിശ്ശികയുള്ളത് 2 വർഷം ഇത്തവണയും ബാക്കി അടുത്ത തവണയുമായി കൊടുക്കാനുള്ള തീരുമാനത്തിലാണ്. ഇതിൻ്റെ ഭാഗമായാണ് ഒരു ഗഡു കുടിശ്ശിക നൽകുന്നത്. ഏകദേശം 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ ഓണക്കാലത്ത് ഈ സഹായം ലഭിക്കും. ബോണസും അലവൻസുകളും നൽകുന്നതിന് വേണ്ടി ഏകദേശം 650-700 കോടിയോളം രൂപ സർക്കാർ അധികമായി ഇപ്പോൾ കണ്ടെത്തുകയാണ്. പ്രശാന്ത്, ഈ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ 1 മാസത്തെ ഈ പെൻഷനും ഒപ്പം തന്നെ മറ്റൊന്ന് കുടിശ്ശികയിൽ ഉള്ള പെൻഷനാണെന്ന് മനസ്സിലാക്കുക. അതായത് നിലവിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന കുടിശ്ശിക എത്രത്തോളം ഇനി ബാക്കിയുണ്ട് പെൻഷൻ ലഭ്യമാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം തന്നെ എന്ന് തൊട്ടാണ് ഇത് വിതരണം ചെയ്തു തുടങ്ങുന്നത്? അതായത് ഓണത്തിന് മുൻപ് തന്നെ ഇത് വിതരണം ചെയ്ത് തുടങ്ങുമെന്ന് ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 5 ഗഡു കുടിശ്ശികയാണുള്ളത്. ആ കുടിശ്ശികയുടെ ഒരു ഗഡു കൂടി ചേർത്താണ് ഇപ്പോൾ നൽകുന്നത്. ഈ വർഷവും അടുത്ത വർഷവുമായി ഈ കുടിശ്ശികയുള്ള ഗഡുക്കൾ പൂർണ്ണമായും കൊടുത്തു തീർക്കുമെന്നാണ് ധനവകുപ്പ് നേരത്തെ തന്നെ ധനമന്ത്രിയെല്ലാം നിയമസഭയിലെല്ലാം തന്നെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മാസത്തെ ക്ഷേമ പെൻഷന് പുറമെ കുടിശ്ശികയുള്ള ഒരു ഗഡു ചേർത്താണ് ഈ 1600 രൂപ 2 മാസത്തെ ചേർത്താണ് 3200 രൂപ ഇപ്പോൾ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. ബാങ്ക് മുഖേന ലഭിക്കുന്നവർക്ക് അങ്ങനെയും നേരിട്ട് എത്തിക്കേണ്ടവർക്ക് ആ രീതിയിലും ആ സംവിധാനത്തിലൂടെയും അവരുടെ കൈകളിലേക്ക് ഓണത്തിന് മുൻപ് തന്നെ എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ധനവകുപ്പ് വ്യക്തമാക്കുന്നത്.